എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകനാകാനുള്ള നിങ്ങളുടെ സ്വപ്നത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ്. അതിൻ്റെ പരീക്ഷാ ഡേറ്റ് അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒഫീഷ്യലായിട്ട്. ഫെബ്രുവരി 2 അതായത് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ ഇനി 40 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ എത്തിയിരിക്കുന്നത് സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. സോ 40 ദിവസം കൊണ്ട് എങ്ങനെ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാം? 40 ദിവസം മതിയോ? 40 ദിവസം കൊണ്ട് എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ കൊണ്ടുവരേണ്ടത്? അതോ റിവിഷൻ ചെയ്താൽ മാത്രം മതിയോ? ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ ഇവിടെ സെറ്റ് ഇംഗ്ലീഷ് കോഴ്സിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആർഷ മിസ് ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ പേപ്പറിലെയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസ് കൈകാര്യം ചെയ്യുന്ന വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആർഷ മിസ് ഉണ്ട്. സോ ഞാൻ ആർഷ മിസ്സിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അത് നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളാണ്. മിസ് അത് കൃത്യമായിട്ട് പറയും. മിസ്സേ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ പറഞ്ഞു വന്നത് സെറ്റ് പരീക്ഷയെക്കുറിച്ചാണ്. ഇപ്പം 40 ദിവസമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 40 ദിവസം ഒരു റിവിഷൻ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ, അതോ തുടക്കക്കാർക്ക് ഒന്നേന്ന് പഠിച്ചു തുടങ്ങാൻ കഴിയുമോ? പ്രത്യേകിച്ച് എൻട്രിയുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. സർ, നമ്മുടെ സ്റ്റുഡൻസിനോടാണ്. അവരിപ്പോ കുറെ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് ബാക്കി ക്ലാസ്സുകളും ഒക്കെ കണ്ട് റിവൈസ് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമുക്കറിയാം, സെറ്റ് പോലെ ഒരു എക്സാം എഴുതുന്നത് കൂടുതലും BEdന്റെ ഫൈനൽ ഇയറിൽ പഠിക്കുന്നതോ PGയുടെ ഫൈനൽ ഇയർ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒക്കെ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം അവരോടാണെങ്കിൽ ശരിക്കും കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ 40-50 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട കാര്യം ജനറൽ പേപ്പറിനും അതുപോലെ തന്നെ കോർ പേപ്പറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാ. ഇപ്പൊ BEdകാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ജനറൽ പേപ്പർ നന്നായിട്ട് അറിയായിരിക്കും, അപ്പൊ അവർ കോർ പഠിച്ചാൽ മതി. അതല്ല, PG സ്റ്റുഡൻസ് ആണെങ്കിൽ കോർ പേപ്പറുമായിട്ട് നല്ല ടച്ചിലിരിക്കുന്ന സമയമാണ്, അപ്പോൾ അവർ പഠിക്കേണ്ടത് ജനറൽ പേപ്പറാണ്. അപ്പൊ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പഠിച്ചാൽ ഈ 40 ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ എൻട്രിയുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് ആലോചിച്ചത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു. അവിടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ പലർക്കും സംശയം കാണും, റിവിഷൻ മാത്രമേ തരുവോ അതോ പ്രസക്തമായ ക്ലാസ്സുകൾ മാത്രം എടുത്ത് തരികയാണോ? ഒരിക്കലും അല്ല. ഇപ്പൊ നമ്മൾ സെറ്റ് തുടങ്ങിയിട്ട് 2.5-3 മാസം ആകുന്നുണ്ട്. നമ്മൾ 100 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് തുടങ്ങിയത്. എല്ലാം പുതിയ ക്ലാസ്സുകളാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. ആ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇനി വരാൻ പോകുന്ന ക്രിസ്മസോ ന്യൂ ഇയറോ ഒന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരും. കാരണം പഠിക്കാനും ഈ പരീക്ഷ പാസ്സാവാനും വേണ്ടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ വർഷത്തെ ക്രിസ്മസ്, ഓണമല്ല, ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു 6 ക്ലാസ്സുകളൊക്കെ 45 മിനിറ്റിന്റെ ഒരു 6 ക്ലാസ്സുകൾ ഡെയിലി നമ്മൾ തരും. അതായത് എല്ലാം പഠിപ്പിക്കുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഇപ്പം നിലവിലുള്ളവർക്ക് സെറ്റ് റിവിഷൻ കൊടുക്കുന്നുണ്ട്. ആ റിവിഷൻ പാക്കേജും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, MCQ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ടീച്ചറിനോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ടീച്ചർ പറഞ്ഞു ജനറൽ പേപ്പറിനും അതുപോലെ തന്നെ മെയിൻ പേപ്പറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജനറൽ പേപ്പറിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനറൽ പേപ്പറിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ സൈക്കോളജിയിൽ നിന്ന് സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ തവണയും വരുന്നത്. നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു. കറണ്ട് അഫയേഴ്സ് അങ്ങ് വൈഡായിട്ടല്ല യഥാർത്ഥത്തിൽ വരുന്നത്. നമ്മൾ ഒരു 2-3 ആക്ച്വലി നമ്മുടെ കോഴ്സിൽ തുടങ്ങുന്നത് തന്നെ പ്രീ കോഴ്സ് ആക്ടിവിറ്റിയിൽ നിന്നാണ്. എന്താണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ പാറ്റേൺ. ഏതാണ്ട് 3 മണിക്കൂർ എടുത്താണ് ലാസ്റ്റ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആപ്പിൽ കൊടുത്തേക്കുന്നത്. അപ്പം അതിൽ യുനെസ്കോയിൽ നിന്ന് കൃത്യമായിട്ട് നിർബന്ധമായിട്ട് ചോദ്യം വരുന്നുണ്ട്, അവാർഡുകളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്, പുസ്തകങ്ങളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. സോ ഒന്ന് റിഫൈൻ ചെയ്ത് പഠിച്ചാൽ, ആൻഡ് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്നതൊക്കെ വൊക്കാബും കാര്യങ്ങളും ഒക്കെയാണ്, നമുക്ക് വലിയ പാടില്ലാതെ പാസ്സാവാം. പിന്നെ ഫുൾ മാർക്ക് വേണ്ട, അതും അറിയാം. ബിക്കോസ് ഇത്ര പെർസെന്റേജ് മാർക്ക് മതി നമുക്ക്. സോ അതിലോട്ട് എത്താൻ നമ്മളെ സഹായിക്കുന്നത് ജനറൽ പേപ്പറിന് ഒരു വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് അവർക്ക് എവിടെയാണ് വീക്ക് ഏരിയ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ജനറൽ പേപ്പർ അത്ര കടുകട്ടിയായിട്ടുള്ളതൊന്നല്ല. അത് മാത്രമല്ല, ജനറൽ പേപ്പർ ലീഡ് ചെയ്യുന്നത് വിനു ശ്രീധർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ്. ഒരു പക്ഷേ ടീച്ചിങ്ങിനെ കുറിച്ച് ഇത്രമാത്രം നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾ വേറെ ഇല്ല എൻട്രിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മേഖല വളരെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വളരെ ഗംഭീരമായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കോഴ്സ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതിയാവും. പിന്നീട് വരുന്ന ഒരു കാര്യം,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ എവിടുന്ന് വരുന്നു, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ ഈ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ കോർ പേപ്പറിലോട്ട് വരുമ്പോൾ, അതായത് ഇംഗ്ലീഷിന്റെ കോർ പേപ്പറിലോട്ട് വരുമ്പോൾ, സോ നമ്മൾ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇക്കോ ഫെമിനിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്സിൽ നിന്ന് ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റോപ്പിയൻ നോവൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് മൂവ്മെന്റ്സ് അസോസിയേറ്റഡ് എന്ന് പഠിക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഏത് ടൈപ്സ് ഓഫ് വർക്ക്സ് ആണ്, ഫിക്ഷൻ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഡിറ്റക്റ്റീവ് നോവൽ, അതിന് എക്സാമ്പിൾ എന്താണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഇവർ പറയുന്ന 48% എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എത്താവുന്ന കാര്യമാണ്. നിങ്ങൾ ആപ്പ് എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രീ കോഴ്സ് ആക്ടിവിറ്റി കാണണം, അതിലെ PYQs സോൾവ് ചെയ്തിട്ടേക്കുന്നത് കാണണം. അപ്പൊ തന്നെ അവർക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഈ മാർക്കിന്റെ കാര്യം വരുമ്പം നമുക്കറിയാം 120 മാർക്കിന് 2 പരീക്ഷയാണ് നടക്കുന്നത്, മെയിനും അതുപോലെ തന്നെ ജനറൽ പേപ്പറും. അതിൽ സ്കോർ ചെയ്യേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 40% മാർക്കാണ്. 40 അഗ്രിഗേറ്റ് 48 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 48%. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് സ്കോർ ചെയ്യേണ്ടത് 40 മാർക്കാണ്, അല്ല 48 മാർക്കാണ്. 40% എന്ന് പറയുമ്പോൾ 48 മാർക്കാണ്. 120-ൽ 48 മാർക്ക് വേണം, മറ്റേടത്തും 120-ൽ 48 മാർക്ക് വേണം. അതായത് പിന്നെ കൂട്ടുമ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 48% വേണം. അപ്പൊ ഇവിടെ പലപ്പോഴും ഈ നമ്മൾ ഒരു മത്സര പരീക്ഷയെ, അതായത് ഒരു ജോലി കിട്ടുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ട രീതിയിലല്ല യഥാർത്ഥത്തിൽ ഒരു എലിജിബിൾ ടെസ്റ്റിന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ നിങ്ങൾ 1ാം റാങ്ക് മേടിക്കൊന്നും വേണ്ട, ഏറ്റവും ടോപ്പ് മാർക്കും മേടിക്കണ്ട. ഇവിടെ ടോപ്പ് മാർക്ക് മേടിക്കുന്നവനും ജസ്റ്റ് പാസ്സാവുന്നവനും ഒരേ വിലയാണ്, അവർ രണ്ടും കിട്ടുന്നത് ഒരേ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇനിയുള്ള 40 ദിവസങ്ങളിൽ ഈ പറയുന്ന മാർക്കിൽ എത്തിച്ചേരാൻ എന്താണ് നമ്മൾ സ്ട്രാറ്റജി തിരഞ്ഞെടുക്കേണ്ടത്? കാരണം ചിലപ്പം രണ്ടിനും 48 മാർക്ക് കാണും, പക്ഷെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 48% കാണത്തില്ല. ചിലപ്പം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 48% കാണും, പക്ഷെ ഒരെണ്ണത്തിന് 48 മാർക്കിൽ താഴെ ആയിരിക്കും. അവിടെ വരുന്നൊരു പ്രശ്നം, നമുക്കിത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എൻട്രിയുടെ ഈ കോഴ്സ് ഒരു തവണ കൂടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ നഷ്ടപ്പെടുന്നവർ നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്, കാരണം അടുത്ത തവണ അവരെ നമുക്ക് കയറ്റിവിടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്. ഇവിടെ ഈ വരുന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എന്തെങ്കിലും സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്, നമ്മൾ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമല്ലോ, അത് പഠിക്കുക. പിന്നെ കുറച്ച് സ്മാർട്ട് ആയിട്ട് എക്സാം ഹാളിൽ നമ്മൾ ആ പ്രിപ്പറേഷൻ ടിപ്സ് ഒക്കെ ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് എലിമിനേഷൻ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എത്താൻ പറ്റും. എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിറ്ററേച്ചറെ സംബന്ധിച്ചാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൊമാൻറ്റിക് ഏജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പൊ നമുക്ക് ഏജ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഓപ്ഷൻസിലുള്ള 3 പേര് ചിലപ്പോൾ വിക്ടോറിയനോ മോഡേൺ ഏജിലോ ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ നമുക്ക് ആക്ച്വലി ആ വർക്കിനെ പറ്റി ഒന്നും അറിയാതെ തന്നെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ആൻസറിലോട്ട് വരാൻ പറ്റും. അപ്പൊ അതൊക്കെ കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പരിചരിക്കുക. പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ എഴുതുക, റിപ്പീറ്റഡ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. മോക്ക് ടെസ്റ്റിനോളം നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു കാര്യവും ഇല്ല. ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതിന്റെയൊക്കെ ഒരു ഭാഗമാവുക. ആ ഒരു പ്രോസസ്സിൽ ഇപ്പം ചിലർ പറയാറുണ്ട്, സെറ്റ് വളരെ ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി അടുത്തത് എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഡെസ്പായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനല്ല, നമ്മൾ ഏത് ക്വാളിഫയിങ് എക്സാം ആണെങ്കിലും, സെറ്റ് ആയിക്കോട്ടെ നെറ്റ് ആയിക്കോട്ടെ, റിപ്പീറ്റഡ് ആയിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നമുക്കത് കിട്ടും എന്നുള്ളതാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതെ, നമ്മുടെ കോഴ്സ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. ടീച്ചർ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെയാണ് നമ്മളത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് കിട്ടും. പിന്നെ ഈ ഗോയിങ് സ്റ്റുഡൻസ് ഉണ്ട്, അതായത് PG ചെയ്തുകൊണ്ടിരിക്കുന്നവരും B.Ed ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും ഈ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതണം. അവർക്ക് ഇനിയും സമയമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതും ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണ്. കാരണം അവരെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് പകുതി ജോലി ചെയ്യിച്ചാൽ മതി. ബാക്കി അവർ പഠിക്കുന്ന മേഖല, B.Edന്റെ ഒരുപാട് പോർഷൻസ് അതിനകത്ത് വരുന്നുണ്ട്, PG പഠിക്കുന്ന അതേ പോർഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ആണ് ഈ പറയുന്ന സെറ്റും നെറ്റും ഒക്കെ പാസ് അയച്ചിരിക്കുന്നത്. പഠിച്ച സമയത്ത് PG ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ടീച്ചറും ഞാനും ഒക്കെ നെറ്റും സെറ്റും ഒക്കെ പാസ്സാവുന്നത്. ആരോട് ചോദിച്ചാലും, ഒരു അധ്യാപകനോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടൈം നിങ്ങൾക്കും. മറ്റൊരു കാര്യം കൂടി ഉണ്ട് സർ, ഇനിയിപ്പം ലയനം, അതായത് മേർജിങ് വരുന്ന സമയത്ത് സെറ്റ് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതായത് ഒറ്റയടിക്ക് ഒരു നിയമനം നടക്കുമ്പം അവിടെ ഒരു ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള, അതായത് ഹയർ സെക്കൻഡറി വരെ ഒന്നിച്ച് വരുന്ന ഒരു ഇതിലോട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ സെറ്റ് നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ LP-UP കഴിഞ്ഞു, HSA നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് HSST, പിന്നെ VHSC ഉണ്ടെങ്കിൽ VHSC ആണ്. സോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആത്യന്തികമായിട്ട് ചെയ്യാനുള്ളത്.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിക്കാണും. കാരണം നമുക്ക് സമയം വൈകി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. 50 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി എൻട്രിയിൽ സെറ്റിന്റെ ക്രാഷ് കോഴ്സ് എല്ലാ വിഷയങ്ങൾക്കും ഉള്ളത്. ഞാൻ ആ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം നമ്മൾ എല്ലാ വിഷയങ്ങളുടെയും ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, അല്ലാത്തൊരു വേണ്ട, വർക്ക് ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഇനിയും സമയമുണ്ട്. അധ്യാപകരുടെ ഒരു നിര തന്നെയുണ്ട്. അവർ നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് എല്ലാം പറഞ്ഞു തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു എലിജിബിൾ ടെസ്റ്റ് ഇത് പാസ്സായാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി, വരാൻ പോകുന്ന ഹയർ സെക്കൻഡറി എക്സാം എഴുതാൻ പറ്റും. പിന്നെ ഈ കോഴ്സ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമില്ല. കാരണം നിങ്ങൾക്ക് ഇൻ കേസ് ഒരു വേണ്ടത്ര മുന്നേറ്റം നടത്താൻ കഴിയാതെ പോയാൽ ഒരവസരം കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് 6 മാസത്തെ വാലിഡിറ്റി ഇനിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത കോഴ്സിൽ നിങ്ങൾക്ക് പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വരുന്നതായിരിക്കും. എൻട്രിയിൽ HSA കോഴ്സ് ഉണ്ട്, അതുപോലെ സെറ്റ് കോഴ്സ്, നെറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അതുപോലെ തന്നെ കേറ്ററ്റ്, കേന്ദ്രീയ വിദ്യാലയം എന്ന് വേണ്ട എൻട്രിയുടെ ടീച്ചിങ് വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന എല്ലാം അടങ്ങുന്ന ഒരു പാക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് കോഴ്സിന്റെ ഭാഗമാകുക, മുന്നോട്ട് പോകുക. ടീച്ചർ, ഫെബ്രുവരി 2-നാണ് വരുന്ന സെറ്റ് എക്സാം നടക്കുന്നത്. സോ അതിനൊരു 10 ദിവസം മുമ്പ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിച്ചു വെച്ചിട്ട് മോക്ക് ടെസ്റ്റുകളിലേക്ക് മാത്രം തിരിയുക. അത് മാത്രമല്ല, വരുന്ന സെറ്റ് എക്സാം മാക്സിമം മൈൻഡ് ഓക്കെ ആക്കിയിട്ട്, അതായത് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടെ ഒക്കെ പോയി എഴുതുക. പിന്നെ ഫസ്റ്റ് എക്സാമിന്റെ പെർഫോമൻസ് ഒരു കാരണവശാലും സെക്കൻഡ് എക്സാമിനെ ബാധിക്കരുത്. ഞാനത് എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നതാണ്. ആദ്യത്തെ പേപ്പർ കഴിയുമ്പോൾ ഇനി കിട്ടുമോ കിട്ടത്തില്ലയോ, പേപ്പർ 2 എഴുതാതെ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, 2 എക്സാമും ഹാപ്പി ആയിട്ട് എഴുതിയിട്ട് മാത്രം തിരിച്ചു വന്നിട്ടേ നിങ്ങൾ ആ ഫീഡ്ബാക്കോ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ടൊക്കെ ഇരിക്കാവൂ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഒരു ചാൻസ് കൂടി എൻട്രി തരുന്നുണ്ട്. സോ ആ ഒരു ജേർണിയുടെ ഒരു പാർട്ട് ആവുക എന്നുള്ളതേ ഉള്ളൂ. സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.